യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 10 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Book of James chapter 4 verses 1 to 10. യാക്കോബിന്റെ ലേഖനം 4-ാമത്തെ അധ്യായം അതിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യം. നിങ്ങളിൽ ശങ്കയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഓരേക്ഷകളിൽ നിന്നല്ലയോ? നിങ്ങൾ മുഖം ചുറ്റും പ്രാപിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ട് ഒന്നും സാധിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുകയും ശങ്കയുകയും ചെയ്തിട്ട് യാചിക്കായതുകൊണ്ട് കിട്ടുന്നില്ല. നിങ്ങൾ യാചിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുമ്പോൾ ഒന്നും ലഭിക്കുന്നില്ല. വ്യഭിചാരികളായവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ചെയ്യുന്നവരെല്ലാം ദൈവത്തിന്റെ ശത്രുവായിരിക്കുന്നു. അല്ലെങ്കിൽ വെറുതെ സംസാരിക്കുന്നുവെന്ന് തോന്നുന്നു. അവൻ നമ്മിൽ വസ്തുവാക്കിയ ആത്മാവ് അസൂയക്കായി കാക്ഷിക്കുന്നു, എന്നാൽ അവ അധികം കൃപ നൽകുന്നു. അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുകയും പിശാചിനോട് എതിർത്ത് നിൽക്കുകയും എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുകയും എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. പാപികളെ കൈകളെ വെളിപ്പാക്കുകയും ഇരുമനസ്സിലൂടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുകയും സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുകയും നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ താഴുകയും എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ധാരാളം കൽപ്പനകൾ, അതായത് നാം ചെയ്യുന്ന അനേക കാര്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകവും അധ്യായവുമാണ് ഇപ്പോൾ നാം വായിച്ചത്. അനേക കാര്യങ്ങൾ നാം ചെയ്യണമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് ക്രമത്തിൽ ചില കാര്യങ്ങൾ ഒന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ഈ വായിച്ച ഈ ഭാഗത്തെ പ്രധാനപ്പെട്ട വാക്ക് എന്നുള്ളത് ലോകസ്നേഹം എന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ വേൾഡ്ലിനെസ്, ലവ് ഓഫ് ദിസ് വേൾഡ് ഓർ വേൾഡ്ലിനെസ്. അതാണ് നാം വായിച്ച ഈ 10 വാക്യങ്ങളുടെ പ്രധാനപ്പെട്ട തീമായിട്ട് നമുക്ക് എടുക്കാവുന്നത്. ഈ ഭാഗത്ത് നിന്ന് 3 കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അത് 3 പറയാൻ ഒരു സമയം കിട്ടിയില്ല. പിന്നീട് അതിന്റെ ബാക്കി പറയാം. The cause, consequence and cure of worldliness. ലോകമൈത്വത്തിന്റെ കോസ്, കാരണം അല്ലെങ്കിൽ സോഴ്സ്, ഉറവിടം. അതിന്റെ കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫലം, പരിണിത ഫലം. അതിന്റെ ക്യൂർ, അതിന്റെ പരിഹാരം. ലോകമൈത്വത്തിന്റെ കാരണം അല്ലെങ്കിൽ അതിന്റെ ഉറവിടം, ഉത്ഭവം. ലോകമൈത്വത്തിന്റെ ഫലം, അതിന്റെ കോൺസിക്വൻസ്, പരിണിത ഫലം. 3ാമത് അതിന്റെ പരിഹാരം, ലോകമൈത്വം എങ്ങനെയാണ് പരിഹരിക്കാവുന്നത്. ഈ 3 കാര്യങ്ങളാണ് നാം വായിച്ച ഈ വാക്യത്തിൽ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അനേക വളരെ പ്രധാനപ്പെട്ട ആത്മീയ സത്യങ്ങൾ ഈ ഓരോ വാക്യങ്ങളും ഉണ്ട്. അത് വിശകലനം ചെയ്ത് പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോഴേ നമുക്കത് മനസ്സിലാകരുത്. ഇതിന്റെ ആദ്യത്തെ വാക്യം തന്നെ നമുക്ക് എടുക്കാം. നിങ്ങളിൽ ശങ്കയും കലഹവും എവിടെ നിന്ന്? ഈ വാക്യങ്ങളിൽ 1-2 വാക്യങ്ങളിലെ ചില വാക്കുകൾ, ശങ്ക, കലഹം, അതിന്റെ താഴെ പോകേഴ്ച, മോഹം, അസൂയ. പിന്നെ 2ാം വാക്യത്തിൽ വീണ്ടും കലഹവും ശങ്കയും. അപ്പോ കലഹം, ശങ്ക, മോഹം, അസൂയ, പോകേഴ്ച. പോകേഴ്ച എന്ന് പറഞ്ഞാൽ സന്തോഷത്തിന് വേണ്ടിയുള്ള ആഗ്രഹം, ലവ് ഫോർ പ്ലഷർ. ഈ കാര്യങ്ങളാണ് അതിന്റെ 2 വാക്കുകൾ പറഞ്ഞിരിക്കുന്നത്. ഇത് വിശ്വാസികളോട് പറയുന്നതാണ്. വിശ്വാസികൾ എന്തെല്ലാം ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. എന്നാൽ വിശ്വാസികളുടെ മധ്യത്തിൽ ഈ കാര്യങ്ങൾ ഉണ്ട് എന്ന് യാക്കോബ് പറയുക. നിങ്ങളുടെ ഇടയിൽ ഇതെല്ലാം ഉണ്ടല്ലോ എന്നാണ് യാക്കോബ് പറയുന്നത്. എന്നിട്ട് അത് പറഞ്ഞു വന്നിട്ട് അതിനെ എന്തുമായിട്ടാണ് ബന്ധിച്ചിരിക്കുന്നത്? 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ഇതിന്റെ കുഴപ്പങ്ങളെല്ലാം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് 4ാം വാക്യത്തിൽ ലോകസ്നേഹമുള്ള വ്യഭിചാരികളായുള്ളവരെ, ഈ adulterers who love the world. അപ്പോൾ ഈ കുഴപ്പങ്ങളെല്ലാം ഉള്ളത് എന്തുകൊണ്ടാണെന്ന് അവിടെ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ലോകത്തെ സ്നേഹിക്കുന്ന വ്യഭിചാരികളായി തീർന്നിരിക്കുന്നതുകൊണ്ടാണ് ഈ കുഴപ്പങ്ങളെല്ലാം നിങ്ങളിൽ ഉള്ളത്. അതെ, നമുക്ക് ആദ്യം പറഞ്ഞതുപോലെ അതിന്റെ സോഴ്സ് നമുക്ക് നോക്കാം. അതിന്റെ കോസ്, അതിന്റെ കാരണം എന്താ? ലോകമൈത്വത്തിന്റെ കാരണം എന്താ? അത് ഇവിടെ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ശങ്കയും കലഹവും എവിടെ നിന്നാണ്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന പോകേച്ഛകളിൽ നിന്നല്ലയോ? അപ്പോൾ ഈ ശങ്കയും കലഹവും ഒക്കെ
നിങ്ങളിൽ നിന്ന് തന്നെയാണ് വരുന്നത്, പുറത്തുനിന്നല്ല, എക്സ്റ്റേണൽ ആയിട്ടല്ല. ഇറ്റ് കംസ് ഫ്രം വിതിൻ, നോട്ട് ഫ്രം വിതൗട്ട്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം വരുന്നത്. രണ്ടാമത്തെ വാക്യത്തിൽ ഭോഗേച്ഛ, മുമ്പേ പറഞ്ഞ സന്തോഷത്തിന് വേണ്ടിയുള്ള, പ്ലഷറിന് വേണ്ടിയുള്ള സ്നേഹം, ആഗ്രഹം, ലവ് ഫോർ പ്ലഷർ, അതാണ് ഭോഗേച്ഛ എന്ന് പറയുന്നത്. ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ശണ്ഠയും കലഹവും അമിതമായ സന്തോഷത്തിന് വേണ്ടിയുള്ള, സുഖത്തിന് വേണ്ടിയുള്ള ആഗ്രഹങ്ങളും എവിടുന്നാ വരുന്നത്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നാണ്. അപ്പോൾ ഈ പാപ സ്വഭാവങ്ങളിൽ നിന്നാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വരുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ നിയമസഭയുണ്ട്. അതെന്താണെന്ന് അറിയാമോ? നമ്മുടെ എല്ലാ തെറ്റായ പെരുമാറ്റവും, തെറ്റായ ആഗ്രഹങ്ങളും, തെറ്റായ മോഹവും ഇച്ഛയും നമ്മിൽ നിന്ന് തന്നെയാണ് വരുന്നത്. വേദപുസ്തകത്തിൽ, പുതിയ നിയമത്തിൽ വേറെയും ഭാഗങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു സത്യമാണിത്. ഗലാത്യലേഖനം 5-ാം അധ്യായം നോക്കുക, ഗലേഷ്യൻസ് ചാപ്റ്റർ 5, അതിന്റെ 16-17 വാക്യങ്ങൾ, 16 and 17. ആത്മാവിനെ അനുസരിച്ച് നടത്തി, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ഇവിടെ ആത്മാഭിലാഷം എന്ന് പറയുന്നത് നമ്മിൽ വസിക്കുന്ന ദൈവാത്മാവിന്റെ ആഗ്രഹങ്ങളാണ്. എന്നാൽ ജഡാഭിലാഷം എന്ന് പറയുന്നത് നമ്മുടെ ആദാമ്യ പ്രവൃത്തിയുടെ, ആദാമ്യ സ്വഭാവത്തിന്റെ ആഗ്രഹങ്ങളാണ്. Desires of our Adamic sinful nature, that is called fleshly desires. ഇത് വിശ്വാസികളോടാണ് ഗലാത്യലേഖനം എഴുതുന്നത്. അപ്പോൾ വിശ്വാസികളിൽ ആത്മാവിന്റെ പ്രവർത്തനമായി, ദൈവാത്മാവിന്റെ അധിവാസം നിമിത്തമായിട്ട് ആത്മാവിന്റെ അഭിലാഷമുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ദൈവിക ആഗ്രഹങ്ങളുണ്ട്, ദൈവിക സ്വഭാവമുണ്ട്. അതേസമയം തന്നെ രക്ഷിക്കപ്പെട്ട നമ്മളിൽ പുതിയ നിയമം പഠിപ്പിക്കുന്നത് എന്തുണ്ട്? ജഡാഭിലാഷമുണ്ട്. ജഡത്തിന്റെ ആഗ്രഹങ്ങൾ, സ്വഭാവങ്ങൾ ഇത് നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. ആ ജഡ സ്വഭാവത്തിൽ നിന്നാണ് വഴക്കുണ്ടാക്കാനും, അസൂയപ്പെടാനും, സണ്ടയിടാനും, കലയിക്കാനും, ഭോഗങ്ങൾക്കായുള്ള ഇച്ഛയും അസൂയയും എല്ലാം വരുന്നത് എന്ന് യാക്കോബ് സ്ഥാപിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ വാക്യം വളരെ വളരെ ക്ലിയർ ആണ്. എന്താ? The cause of worldliness is your evil sinful nature. The source of worldliness is from within. നിങ്ങളുടെ ഉള്ളിലുള്ള പാപ സ്വഭാവത്തിൽ നിന്നാണ് ഈ ലോകമയത്വം വരുന്നത്. ആ ലോകമയത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മുമ്പേ പറഞ്ഞ വാക്കുകളൊക്കെ. ശങ്ക, കലഹം, അസൂയ, വഴക്ക്, ഭോഗേച്ഛ, ഇതെല്ലാം ലോകമയത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യം, the reality of sin in human nature. മാനുഷികമായ എല്ലാ മനുഷ്യരിലും, രക്ഷിക്കപ്പെട്ടവർ ഉൾപ്പെടെ എല്ലാ മനുഷ്യരിലുമുള്ള പാപ സ്വഭാവം, പാപ പ്രകൃതി, അത് നമ്മിൽ ഉള്ളത് കൊണ്ടാണ് അതിന്റെ എക്സ്പ്രഷൻസ് ആണ് വഴക്കും, കലഹവും, ദേഷ്യവും, അസൂയയും, പടവും ഒക്കെ. ഇത് നമ്മൾ തിരിച്ചറിയുക. ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് അറിയാമോ? എന്റെ കുഴപ്പം കൊണ്ടാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. മറ്റേയാളുടെ കുഴപ്പം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിരിക്കുന്നതെന്നാണ് നമ്മൾ വിദ്വാൻകളെ വിചാരിച്ചിരിക്കുന്നത്. ആ ആളെ കോപിച്ചുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെട്ടത്, ആ ആളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ പെരുമാറിയത്. അങ്ങനെയാണ് നമ്മൾ സാധാരണ പറയുന്നത്. എന്നാൽ ദൈവത്തിൽ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. മറ്റേയാൾ കോപിച്ചുകൊണ്ടല്ല ഞാൻ കോപിക്കുന്നത്, എന്റെ ഉള്ളിൽ കോപ സ്വഭാവം ഉള്ളത് കൊണ്ടാണ് ഞാൻ കോപിക്കുന്നത്. ആ ആളിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടല്ല ഞാൻ പറയുന്നത്. പിണക്കമെന്ന സ്വഭാവം എന്റെ ജഡത്തിലുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വേറെ ആരെയും നമ്മുടെ പാപ സ്വഭാവത്തിനോ പെരുമാറ്റത്തിനോ കുറ്റപ്പെടുത്താൻ ഒക്കെ ഇല്ലെന്നാണ് ഈ സത്യം പറയുന്നത്. നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ളവരെ കുറ്റം പറയും. എന്നാൽ ഇവിടെ യാക്കോബ് ക്ലിയറായിട്ട് പറയുകയാണ്, ഈ ശണ്ഠയും കലഹവും എവിടെ നിന്നാണ് വരുന്നത്? അനാത്മീയരായ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളിൽ നിന്നാണ് എന്നല്ല പറയുന്നത്. നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകൾ. ഗലാത്യലേഖനത്തിൽ നമ്മൾ വായിച്ചു, ജഡാഭിലാഷം, ആത്മാവിന്റെ ആഗ്രഹങ്ങൾക്ക് വിരോധമായി പ്രവർത്തിക്കുന്ന ജഡത്തിന്റെ അഭിലാഷം. ഈ കാര്യം തന്നെ പറയുന്ന വേറെയും ചില വാക്യങ്ങളുണ്ട്. നമുക്ക് അതുകൂടെ നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ആ വാക്യങ്ങൾ കൂടെ ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം.
1 Peter chapter 2 and verse 11. 1 പത്രോസ് 2-ാം 11-ാം വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, പ്രിയമുള്ളവരെ, പ്രവാസികളും പ്രദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന്. ആത്മാവിനോട് വിശ്വാസികളാണ് പറയുന്നത്. പ്രിയമുള്ള പ്രവാസികളും പരദേശികളുമായവരെ, പ്രിയ ദൈവമക്കളെ, എന്താ പറയുന്നത്? ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങൾ നിങ്ങളിലുണ്ട്. അതിനെ നിങ്ങൾ വിട്ടകന്ന് ജീവിക്കണം. അപ്പൊ നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഞാൻ രക്ഷിക്കപ്പെട്ടതാണെങ്കിലും ദൈവത്തിലാണെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും പാടുന്നുണ്ടെങ്കിലും എന്റെ ഉള്ളിൽ എന്റെ ആത്മാവിനോട് പോരാടുന്ന ജഡ ഇച്ഛകളുണ്ട്. സുഖത്തിനും സന്തോഷത്തിനും സ്വന്തം കാര്യം സാധിക്കാനുമുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ എന്റെ ഉള്ളിലുണ്ട്. അതിൽ നിന്നാണ് ശണ്ഠയും കലഹവും അസൂയയും പിണക്കവും ഒക്കെ വരുന്നത്. അപ്പോ ഞാൻ അത് തിരിച്ചറിയണം. അതാണ് ഏറ്റവും വലിയ ആവശ്യം. ഈ ദൈവ വചനം വായിക്കുമ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ഈ യാക്കോബിന്റെ ലേഖനത്തിൽ തന്നെ ദൈവവചനം എന്ന കണ്ണാടിയിൽ നമ്മൾ നോക്കുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദൈവവചനത്തെ ഒരു കണ്ണാടിയായിട്ട് കാണിച്ചുകൊണ്ട് യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ യാക്കോബ് പറയുന്ന ഒരു കാര്യം, ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ, ഒന്നാമത്തെ കാര്യം ജെയിംസ് ചാപ്റ്റർ 1 അതിന്റെ 23-ാമത്തെ വാക്യം verse 23, തന്റെ സ്വാഭാവിക ഗുണം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നെന്ന് ഉടനെ മറന്നു പോകുന്നു. കണ്ണാടിയിൽ നോക്കുമ്പോൾ നാം ആരെയാ കാണുന്നത്? He sees himself. കണ്ണാടി ദൈവത്തിന്റെ വചനമാണ്. ദൈവവചനമാകുന്ന കണ്ണാടി നമ്മൾ എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ കണ്ണാടി ഷേവ് ചെയ്യാനും കുളിക്കാനും കണ്ണാടി നോക്കും. എല്ലാ ദിവസവും കണ്ണാടി നോക്കും അല്ലെ? ഒരു ദിവസം പോലും കണ്ണാടി നോക്കാൻ താല്പര്യമില്ല. ദൈവവചനമാകുന്ന കണ്ണാടി നമ്മൾ എല്ലാ ദിവസവും നോക്കുന്നുണ്ട്. ഞാൻ വിചാരിക്കും അത് മുടക്കുന്നവരില്ലെന്ന് ഞാൻ വിചാരിക്കുക. എവറി ഡേ we stand before the mirror which is the word of God. അപ്പോൾ ആ കണ്ണാടിയെ നോക്കുമ്പോൾ എന്ത് കാണുന്ന യാക്കോബ് പറയുന്നത്? അവൻ തന്നെത്താൻ കാണുന്നു. He sees himself. അതെല്ലാവർക്കും അറിയാല്ലേ? കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മെ തന്നെയാണ് കാണുന്നത്. ഈ മുടി ആണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുണ്ട്, the man I see every morning in the mirror is my greatest enemy. മുടി പറയാണ്, എല്ലാ ദിവസവും കണ്ണാടിയിൽ ഞാൻ കാണുന്ന ആ ആളുണ്ടല്ലോ, അയാളാണ് എന്റെ ഏറ്റവും വലിയ ശത്രു. അത് ആരാ? മുടി എല്ലാ ദിവസവും കണ്ണാടിയിൽ ആരൊക്കെ കാണുന്നത്? നമ്മളെപ്പോഴും മുടി കാണുന്നത് മുടിയെ തന്നെയാ. മുടി പറയാണ്, ആ ആളാണ് എന്റെ ഏറ്റവും വലിയ ശത്രു. നമ്മൾ പറയുന്നല്ല, എന്റെ അടുത്തിരിക്കുന്ന ആ സഹോദരനാണ് എന്റെ ഏറ്റവും വലിയ ശത്രു. എന്റെ അയൽക്കാരനാണ് എന്റെ ഏറ്റവും വലിയ ശത്രു. എന്നെ ചീത്ത പറഞ്ഞു നടക്കുന്ന അയാളാണ് എന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞ് നമ്മൾ നടക്കുന്നത്. മൂടി പറഞ്ഞു, കണ്ണാടിയിൽ എല്ലാ ദിവസവും നമുക്ക് ഒരു പുള്ളിയുണ്ട്, ആ പുള്ളിയാണ് എന്റെ ഏറ്റവും വലിയ ശത്രു. ഈ കണ്ണാടി തന്നെ രണ്ടു തരമുണ്ട്. നമ്മുടെ കാറിൽ ഒരു കണ്ണാടി ഉണ്ട് അല്ലെ? എല്ലാവരുടെയും കാറില് കണ്ണാടിയുണ്ട്. ആ കണ്ണാടി എന്തിനാ? നമ്മുടെ മുഖം കാണാനാണ്. നമ്മുടെ മുഖം കാണാനല്ല, പുറകിൽ വരുന്ന വണ്ടി കാണാനാണ്. സൈഡിലുണ്ട്, മുമ്പിലുണ്ട്. അതിലാരും നമ്മൾ നോക്കി തലയുകയോ പുറത്ത് പുറപ്പെട്ടോ ഒന്നും ചെയ്യാറില്ല. അപ്പോ കാറിലെ മിറർ, റിയൽ മിറർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു സീ അതേഴ്സ്. എന്നാൽ രാവിലെ നാം നോക്കുന്ന മിറർ, വീട്ടിലെ വാഷ് ബേസിന് മുമ്പിലുള്ള മിറർ എന്ന് പറയുന്നത് എന്നെ തന്നെ കാണാനാണ്. ഈ രണ്ട് കണ്ണാടിയുടെ കാര്യം നമ്മൾ ഓർക്കുക. നമ്മുടെ എല്ലാം കണ്ണാടി ബാക്കിയുള്ളവരെ കാണുന്ന കണ്ണാടി. കാറിലെ കണ്ണാടിയിലാണ് ഇവിടെ നോട്ടം. ആ ആളെന്ത് പറയുന്നു, ഈ ആൾ എന്ത് സാരി എടുത്തിരിക്കുന്നത്, ആ ആൾ എന്ത് വസ്ത്രമായിട്ടിരിക്കുന്നത്, ഈ ആളെങ്ങനെയുണ്ട്, അയാളുടെ ലൗകികത്വം എങ്ങനെയുണ്ട്, ഇതാണ് നമ്മൾ നോക്കുന്നത്. എന്നാൽ യാക്കോബ് പറയുന്ന അതല്ല നോക്കേണ്ടത്. വീട്ടിലെ കണ്ണാടി നോക്കണം. വീട്ടിലെ കണ്ണാടി നോക്കുമ്പോൾ തന്നെത്താൻ കാണും. അപ്പോൾ ഈ ഒന്നാമത്തെ 1-2 വാക്യങ്ങൾ നമ്മൾ പഠിക്കുന്ന വലിയൊരു ആത്മീയ പാഠം, നാം നമ്മെ തന്നെ മനസ്സിലാക്കും. We should understand ourselves. എന്താണ് നമ്മെ തന്നെ മനസ്സിലാക്കേണ്ടത്? എന്റെ ഉള്ളിൽ ഭോഗേച്ഛകളുണ്ട്. ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുന്ന വിശ്വാസിയാണെങ്കിലും എന്നിൽ ജഡാഭിലാഷമുണ്ട്. ആ ജഡാഭിലാഷത്തിന്റെ എക്സ്പ്രഷൻസ് ആണ്, ബാഹ്യമായ പ്രകടനങ്ങളാണ് ഉണ്ടാകുന്ന ദേഷ്യവും പിണക്കവും തെറ്റായ സംസാരവും വഴക്കും എല്ലാം. അപ്പൊ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്റെ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എന്റെ ഉള്ളിൽ ശരിയല്ലാത്തതുകൊണ്ടാണ് എന്റെ പെരുമാറ്റം ശരിയല്ലാത്തത്. നമ്മുടെ കർത്താവ് ഈ കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് ഒന്ന് വരിക. മാത്യൂസ് ഗോസ്പൽ
കർത്താവ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 12-ാം അധ്യായം മാത്യു 12 34 മുതൽ 36 വരെ 34-36 മാത്യു 12:34-36. ശ്രദ്ധിക്കണേ, സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കും നല്ലത് സംസാരിക്കാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നിന്നല്ലോ വായി സംസാരിക്കുന്നത്. നിങ്ങൾ ദുഷ്ടത സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങൾ ദുഷ്ടരായതുകൊണ്ടാണ്. ചുറ്റുമുള്ളവരെല്ലാം ദുഷ്ടരായതുകൊണ്ടാണ് നിങ്ങൾ ചീത്ത പറയുന്നതല്ല. നിങ്ങൾ ചീത്ത പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ചീത്തയുള്ളതുകൊണ്ടാണ്. ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നിന്നല്ലോ വായി സംസാരിക്കുന്നത്. വളരെ വലിയൊരു സത്യമാണ്. എന്റെ ഹൃദയത്തിൽ എന്താണോ തിളച്ചു പോകുന്നത് അതാണ് എന്റെ നാവ് വഴി വരുന്നത്. എന്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ് വരുന്നത്. പിന്നെ നല്ല മനുഷ്യൻ തന്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ട മനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു. ഇതാ മനസ്സിലായത്. എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാരവാക്കിനും ന്യായയുടെ ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇനി 15-ാം അധ്യായത്തിലേക്ക് വരിക. മാത്യു 15 സ്റ്റാർട്ടിംഗ് ഫ്രം വേഴ്സ് 17. വായിക്കകത്ത് കിടക്കുന്നതെല്ലാം വയറ്റിൽ ചെന്നിട്ട് മരപ്പുഴയിൽ പോകുന്നത് ഗ്രഹിക്കുന്നില്ലയോ? വായിൽ നിന്ന് പുറപ്പെടുന്നത് ഹൃദയത്തിൽ നിന്ന് വരുന്നു. What comes out from my mouth proceeded from my heart. അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. ഈ ഹൃദയത്തിൽ നിന്ന് വരുന്ന എന്തൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുക. എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കൊലപാതകം കൈകൊണ്ടല്ലേ, പക്ഷെ അത് വരുന്നതെന്നാണ് കർത്താവ് പറഞ്ഞത്, ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. വ്യഭിചാരം ശരീരം കൊണ്ടല്ലേ ചെയ്യുന്നത്, പക്ഷെ കർത്താവ് പറഞ്ഞത് മനസ്സിൽ നിന്ന് വരുന്നതാണ്. പരസംഗം, മോഷണം കൈകൊണ്ടാണ് നടക്കുന്നത്, പക്ഷെ മോഷണം ഹൃദയത്തിലാണ് ഉളവാകുന്നത്. കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. അപ്പോ യാക്കോബ് പറഞ്ഞ ആ സത്യം കർത്താവ് പറഞ്ഞ സത്യം തന്നെയാണ്. ഈ യാക്കോബിന്റെ ലേഖനം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു പ്രത്യേക കാര്യം, യേശുക്രിസ്തു പറഞ്ഞ അനേക കാര്യങ്ങളാണ് യാക്കോബ് എടുത്തെടുത്ത് പറയുന്നത്. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് യേശുക്രിസ്തു പർവ്വത പ്രസംഗത്തിൽ പറഞ്ഞ അനേക കാര്യങ്ങൾ യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നേരിട്ടല്ലെങ്കിലും ക്രിസ്തു കർത്താവിന്റെ പഠിപ്പിക്കലാണ് യാക്കോബ് പറഞ്ഞിരിക്കുന്നത്. നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം അതുമായിട്ട് ബന്ധമുള്ളതാണ്. ഹൃദയത്തിൽ നിന്നാണ് സകല ദുഷ്ടതയും വരുന്നത് എന്നുള്ളത് കർത്താവ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ യാക്കോബ് പറയുകയാണ്. അപ്പോ ഹൃദയം നിറഞ്ഞ കവിയിൽ നിന്നല്ലോ വായി സംസാരിക്കുന്നത്. തമിഴ്നാട്ടിലെ എമി കാർമേക്കൽ എന്ന് പറയുന്ന ഒരു വിദേശ മിഷണറി ഉണ്ടായിരുന്നു. വളരെ പ്രസിദ്ധിയായ സ്ത്രീയാണ്. അവര് മരിച്ചുപോയി. അവരുടെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അവരുടെ റൈറ്റിംഗ്സിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കൊട്ടേഷൻ ഉണ്ട്. അവര് പറഞ്ഞിരിക്കുന്ന കാര്യം അവരെ കോട്ട് ചെയ്യാറുണ്ട്. അവർ പറഞ്ഞിരിക്കുന്ന ഒരു വാദം ഇങ്ങനെയാണ്: Not a drop of bitter water will ever come out of a cup of sweet water. അവർ പറഞ്ഞിരിക്കുന്നത് ഒരു കപ്പ് മധുരമുള്ള വെള്ളത്തിൽ നിന്ന്, അല്ലെങ്കിൽ മധുരമുള്ള വെള്ളം നടന്ന കപ്പിൽ നിന്ന് ഒരു തുള്ളി കയ്പ് വെള്ളം പോലും പുറത്തു വരികയില്ല. അതിന്റെ അർത്ഥം എന്താ? കയ്പ് വെള്ളം പുറത്തു വരുന്നുണ്ടെങ്കിൽ അർത്ഥം ഈ കപ്പിൽ വെള്ളം കയ്പാണ്. ഇപ്പൊ ഒരാള് എന്നോട് വഴക്കുണ്ടാക്കാന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ ദേഷ്യപ്പെട്ടായി മോശം പേര് വിളിച്ചു. മോശം ഒരു മൂന്നാമത് അത് വിളിച്ചു വിചാരിക്കുക. അപ്പൊ ഏതൊക്കെ ഭാഷ വിളിക്കുമായിരിക്കും ഞാൻ? എനിക്ക് മലയാളം അറിയാവുന്നത് ഞാൻ മൂന്നാമത് വിളിക്കും, ഇംഗ്ലീഷ് അറിയാവുന്നത് ഞാൻ ഫൂളെന്ന് വിളിക്കും, ഹിന്ദി കുറച്ച് അറിയാവുന്നത് ദുഃഖെന്ന് വിളിക്കും. വേറെ ഏതൊരു ഭാഷ വിളിക്കുമോ? വിളിക്കുമോ? എന്താ വിളിക്കാതെ? റഷ്യൻ ഭാഷയിൽ എന്താ അവരോട് ഞാൻ കിട്ടിയെന്ന് പറയാതെ? എന്താ പറയാതെ? റഷ്യൻ ഭാഷ പറയാത്തത് റഷ്യൻ ഭാഷയിൽ ഒരു വാക്ക് പോലും എന്റെ ഉള്ളിലില്ല. അതുകൊണ്ട് പറയാം. എന്താ ഇംഗ്ലീഷിൽ ചൂടെന്ന് പറയുന്നത്? അതെന്റെ ഉള്ളിലുണ്ട്. എന്താ മലയാളത്തിൽ വെട്ടിയെന്ന് പറയുന്നത്? ആ വാക്കെന്റെ ഉള്ളിലുണ്ട്. എന്താ ഹിന്ദിയിൽ പറയുന്നത്? ആ വാക്കെന്റെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. എന്താ റഷ്യനിൽ അവിടെ ചൂടെന്ന് വിളിക്കാത്തത്? എന്റെ ഉള്ളിൽ റഷ്യൻ ഭാഷയില്ല. അതുകൊണ്ടാണ് വിളിക്കാത്തത്. ഉള്ളിലുള്ളതേ പുറത്തു വരൂ. അതാണ് നാം പറയുന്നത്. ഇത് മനസ്സിലാക്കുന്നവർ ഭാഗ്യവാന്മാർ. ആ കൂട്ടത്തിൽ മറ്റേയാളല്ല വെള്ളപ്രകാരം, ഞാനാണ് വെള്ളപ്രകാരം മനസ്സിലാക്കുന്നവരും ഭാഗ്യവാൻ. അങ്ങനെ മനസ്സിലാക്കിയാൽ ഗുണമെന്നറിയാം. മനസ്സിലാക്കിയാൽ ഇങ്ങനെ കുഴപ്പമില്ല. എന്റെ ഉള്ളിലെ കുഴപ്പം മനസ്സിലാക്കിയാൽ അത് റിപ്പയർ ചെയ്യാനുള്ള ശ്രമങ്ങൾ എനിക്ക് നടത്താം. അതിന് മരുന്ന് കഴിക്കാം, അതെങ്ങനെ കുറയ്ക്കാമെന്ന് ചിന്തിക്കാം, അതിനുള്ള മാർഗങ്ങൾ അവലംബിക്കാം. നീയാണ് കുഴപ്പക്കാരനെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എത്ര ശ്രമിച്ചാലും നിന്നെ മാറ്റാൻ പറ്റില്ല. നാം ഒരു കാര്യം അറിയണം, the only person I can change in the world is myself.
എനിക്ക് മാറ്റാൻ കഴിയുന്ന ഏക വ്യക്തി ഞാൻ. എനിക്ക് നിങ്ങളെ മാറ്റാൻ പറ്റില്ല. എന്നാൽ if I keep working on myself, I can influence you to change. ഞാൻ എന്റെ കാര്യം നന്നായിട്ട് നോക്കുന്ന ഒരാളാണ്. ഇവനെ കോപമാണെന്ന് വിചാരിക്കുക. ഞാൻ ആ കോപം ശരിയായിട്ട് ദൈവസത്തിൽ കൈകാര്യം ചെയ്ത് അതിനെ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിന്റെ കോപം പൂർണ്ണമായി മാറ്റാൻ എന്നെ കൊണ്ടൊക്കെ ഇല്ല. പക്ഷേ നിന്റെ കോപം മാറ്റാൻ സഹായിക്കാൻ എന്നെ കൊണ്ടുള്ളൂ. എല്ലാവർക്കും മനസ്സിലായോ? എനിക്ക് മാറ്റാനൊക്കെ ഏതാൾ ഞാനാ. നമ്മുടെ നാട്ടുകാരെല്ലാം മാറ്റാൻ, സഭയിലെല്ലാവരെയും മാറ്റണം. ആ ആൾക്ക് വിദ്യാഭ്യാസം അതെനിക്ക് മാറ്റണം, ആ ആൾക്ക് മുൻകോപി അവിടെ എനിക്ക് മാറ്റണം, ആ ആൾക്ക് കണക്കോട് അതെനിക്ക് മാറ്റണം. ബാക്കിയുള്ളവരെ മാറ്റാൻ നമ്മൾ നടക്കുക. അവർക്ക് മാറുന്നില്ല, നമ്മളിലുള്ള തിന്മ വർദ്ധിക്കുകയും. എന്നാൽ ഞാൻ എന്നെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ മറ്റേയാളെ പൂർണ്ണമായിട്ട് മാറ്റാൻ എനിക്കൊക്കെ ഇല്ല. പക്ഷെ മറ്റേയാളെ ചേഞ്ച് ചെയ്യാൻ സഹായിക്കാൻ എനിക്കൊക്കെ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അനുഭവം. ഞാൻ ഇനി ആത്മീയ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. എന്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ പഠിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ്, നമ്മളെല്ലാവരും അറിയുന്ന ഒരു കാര്യമാണ്. എന്താണെന്നറിയാമോ? ദൈവം ഒരാളെ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളൊരു തെളിവെന്താണെന്ന് അറിയാം. നിങ്ങളൊരാൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വളരെ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളൊരു തെളിവെന്താണ് എന്ന് നിങ്ങളൊരാൾ ചോദിക്കുകയാണ്. നിങ്ങൾ എന്ത് പറയും? What is the mark of a man in whom God is well pleased? How do you know that God is pleased with your life? നിന്റെ ജീവിതത്തിൽ ദൈവം പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു തെളിവെന്താണ്? അപ്പൊ ദൈവം നമ്മെ പ്രസാദിക്കുന്നു എന്നുള്ള തെളിവിതാണോ? കാശ് കിട്ടിയതാണോ? മക്കളെ കല്യാണം കഴിക്കുന്നതാണോ? ദൈവം എന്നിൽ പ്രസാദിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് നമുക്ക് ലഭിക്കുന്ന രോഗസൗഖ്യമല്ല, നമുക്ക് ലഭിക്കുന്ന പണമല്ല. അത് മറ്റുള്ളവർക്കും കിട്ടുന്നുണ്ട്. ദൈവം തന്നെ മക്കൾക്ക് ഇതൊക്കെ കരുതി കൊടുക്കുന്നത് നല്ല കാര്യം, അതിനെ എതിര് പറയല്ല. പക്ഷേ ദൈവം എന്നിൽ പ്രസാദിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവെന്താണെന്ന് അറിയാമോ? എന്റെ ഉള്ളത്തിലുള്ള പാപ സ്വഭാവങ്ങൾ, അൺക്രൈസ്റ്റ്ലൈക്ക്നെസ്, ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ കാണുവാൻ ദൈവം എനിക്ക് വെളിച്ചം തരികയും ആ കാര്യങ്ങൾ ഞാൻ ക്രമീകരിക്കുവാൻ ദൈവം എന്നെ സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ദൈവം എന്നെ പ്രസാദിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ്. Let me say that in English. If I am able to see my unChristlikeness, if I am able to see the sinful nature of my flesh, and if I am able to handle it, that is the unmistakable mark that God is pleased in my life. നമ്മുടെ ജീവിതത്തിൽ ഒരു ഭൗതിക കാര്യവും ദൈവം നമ്മൾ പ്രസാദിച്ചു എന്നുള്ളതല്ല. ദൈവമക്കളായതുകൊണ്ട് ദൈവം അപ്പന്റെ നിലയ്ക്ക് അതൊക്കെ ചെയ്തു തരുന്നത് ശരിയാണ്. പക്ഷേ നാളുകൾ കഴിയുമ്പോഴും എന്റെ ജഡത്തിൽ കലഹമുണ്ട്, എന്റെ ജഡത്തിൽ ഭോഗേച്ഛയുണ്ട്, എന്റെ ജഡത്തിൽ അസൂയയുണ്ട്, എന്റെ ജഡത്തിൽ വളരെ കുറവുകളുണ്ട്, എന്റെ ജഡത്തിൽ സമ്മയിടാനുള്ള ആഗ്രഹമുണ്ട്. ഇത് ഞാൻ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുകയും യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തിന് നിരക്കാത്ത അനേക കാര്യങ്ങൾ എന്റെ ഉള്ളിലുണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ദുഃഖിച്ച് വിലപിക്കുകയും ദൈവസന്നിധിയിൽ അത് ഏറ്റുപറഞ്ഞ് എന്നെ തന്നെ ശരിയാക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നെങ്കിൽ അത് തെളിയിക്കുന്നത് എന്റെ ജീവിതത്തിൽ ദൈവത്തിന് വളരെ പ്രസാദമാണെന്നുള്ളതാണ്. ഇതല്ലാതെ വേറെ ഒരു തെളിവ് നമുക്ക് കിട്ടാൻ കഴിയില്ല. കാരണം ബാക്കി ഭൗതിക കാര്യങ്ങളെല്ലാം അവിശ്വാസികൾക്ക് കിട്ടുന്നത്. യാക്കോബ് പറയുന്നത് നിങ്ങളിൽ ശങ്കീകരണം എവിടുന്നാണ്? ഒരു സംശയമില്ല, നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നാണ്, നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് ശങ്ക. വേറൊരു നല്ല ശങ്ക ഉണ്ടാക്കുന്നത് വേറൊരാൾ ചീത്തയായതുകൊണ്ട് ഞാൻ ചീത്തയാവണമെന്നോ ഇല്ല. ഒരാൾ ചീത്തയാണ്, എനിക്ക് വരുന്നുണ്ട്, ഒരാൾ ചീത്തയാണ്, അയാൾ എന്നെ ചീത്ത വിളിക്കുന്നു. എന്തുകൊണ്ടാണ്? അയാൾ ചീത്തയായത്. അപ്പൊ ഞാനും ചീത്ത വിളിക്കുന്നു. എന്താ സംഭവിക്കുന്നത്? അയാൾ ചീത്തയായിട്ട് ഞാനും ചീത്തയാകുക. എന്തിനാ അയാൾ ചീത്തയാകുന്നത് ഞാൻ ചീത്തയാകുന്നത്? അയാൾ ചീത്തയായിട്ട് അയാൾ ചീത്ത വിളിച്ചു, പിന്നെ ഞാൻ എന്തിനാ ചീത്ത വിളിക്കുന്നത്? അപ്പോ വേറൊരാളാണോ എന്നെ ചീത്തയിൽ നടന്നുവാക്കുന്നത്? ആണോ? ഞാൻ വിചാരിച്ചത് നിങ്ങളെ ചീത്തയാക്കാൻ പോകും. എല്ലാം പറയുന്നത് ചീത്ത വിളിക്കുന്നു. നിങ്ങൾ ചീത്തയാവും എപ്പോഴാണെന്ന് അറിയാവോ? നിങ്ങൾ തിരിച്ചങ്ങനെ വിളിച്ചാൽ അപ്പൊ നിങ്ങൾ ചീത്തയാവും. ഇതെല്ലാം കേട്ടിട്ടും നിങ്ങൾ ചീത്ത വിളിക്കുന്നില്ല. നിങ്ങളുടെ ഹൃദയം ചിന്തിക്കുകയാണല്ലോ, അതാവേ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടിനെ അല്ലാതെ പറയുന്ന ആണല്ലോ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ ചീത്തയാണെങ്കിലും നിങ്ങൾ ചീത്തയാകില്ല. ലോകത്തിലുള്ള എല്ലാവരും ചീത്തയാകട്ടെ, നമുക്ക് ചീത്തയാകട്ടെ.
അല്ലാതെ അവരെന്തായതുകൊണ്ട് ഞാനിങ്ങനെ അങ്ങനെ പറയാൻ കഴിയില്ല. ഈ ശങ്കയും കലഹവും നിങ്ങളുടെ ഉള്ളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്ന് ആണ്. ഈ വില്യം ബാർക്ലിയുടെ തർജ്ജമയിൽ ഈ വാക്യം എങ്ങനെ തർജ്ജമയിരിക്കുന്നത് അറിയാമോ? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛ എന്നുള്ള അദ്ദേഹം തർജ്ജമയിരിക്കുന്നത് carry on a constant warring campaign. നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു യുദ്ധത്തിന്റെ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭോഗേച്ഛകൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇത് കോൺസ്റ്റന്റ് ആയിട്ട് തുടർമാനമായിട്ട് നടക്കുന്നതാണ്. എന്താ ഭോഗേച്ഛ എന്ന് പറഞ്ഞാൽ? ലവ് ഫോർ പ്ലഷർ, സ്വാർത്ഥമായ എന്റെ ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള അമിതമായ ഇച്ഛ. അതാണ് ഭോഗേച്ഛ എന്ന് പറയുന്നത്. സ്വാർത്ഥമായ ആഗ്രഹങ്ങൾ, എന്റെ ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള ഇച്ഛ. അപ്പോ അത് സാധിക്കാതെ വരുമ്പോൾ നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. ഇവിടെ കൊല്ലുക എന്ന് പറഞ്ഞിരിക്കുന്ന അക്ഷരപ്രകാരം ഒരു വിശ്വാസം വേറെ കൊല്ലുന്ന കാര്യമല്ല. ഇതൊരു ഹൈപ്പർബോളിക് യൂസേജ് ആണ്, അതായത് അതിശയോക്തി പ്രയോഗമാണ്. ഇപ്പോ ലോകത്തോട് മമത കൂടുന്നവരെ വ്യഭിചാരികളെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അക്ഷരപ്രകാരമുള്ള വ്യഭിചാരമാണോ? അക്ഷരപ്രകാരമല്ല, അത് രൂപകാലങ്കാര പ്രയോഗമാണ് എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ കൊല്ലുക എന്ന് പറഞ്ഞിരിക്കുന്നത്. റോമാലേഖനം 14:15 ഇതുപോലെയുള്ള പ്രയോഗങ്ങൾ വേറെ ഉദ്ദേശിച്ചുകൊണ്ട് അതൊന്ന് കാണിക്കാനാണ് ഞാൻ വായിക്കുന്നത്. റോമർ 14:15 ഇതെല്ലാം സ്ട്രോങ് യൂസേജസ് ആണ്, വളരെ ശക്തമായ പ്രയോഗങ്ങളാണ്. നിന്റെ ഭക്ഷണം നിമിത്തം സഹോദരനെ വ്യസനിപ്പിച്ചാൽ നീ സ്നേഹപ്രകാരം നടക്കുന്നില്ല. ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത്. നമ്മുടെ സഹോദരനെ നശിപ്പിക്കുക. എന്താ നശിപ്പിക്കാൻ പറയുന്ന അർത്ഥം? അക്ഷരാർത്ഥത്തിൽ നശിപ്പിക്കല്ല, ഇംഗ്ലീഷിൽ ഡിസ്ട്രോയ് എന്നാണ്. ഡിസ്ട്രോയ് ബ്രദർ, ഡിസ്ട്രോയ് ബ്രദർ. എന്റെ സഹോദരനെ നശിപ്പിക്കാൻ പറ്റുമോ? അവർ നശിപ്പിക്കാൻ പറയുന്നത് അവനെ മോശപ്പെടുത്തുക അല്ലെങ്കിൽ അവനെ ദുഃഖം വരുത്തുക എന്നുള്ള ആശയത്തിലാണ്. ഗലാത്യലേഖനം 5:15 നോക്കിയേ. നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകളയുകയും ചെയ്താലും ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുകയും. അന്യോന്യം തിന്നുക, കടിക്കുക, പിന്നെ ഒരുവൻ ഒടുങ്ങിപ്പോവുക. അക്ഷരാർത്ഥത്തിൽ വിശ്വാസികള് തിരികെ കടിക്കൊക്കെ അതിന് നല്ലതായിട്ട് അർത്ഥം എന്ന് പറഞ്ഞാൽ അന്യോന്യം ദോഷം ചെയ്യാനായിട്ടുള്ള ശ്രമം. അതാണ് ഇവിടെ പറയുന്നതിന്റെ അർത്ഥം. ഈ വാക്യം വായിച്ചു നോക്കിയാൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വാക്യം അവിടെ പറയുന്നത് നിങ്ങൾ അസൂയപ്പെട്ടിട്ടും കൊന്നിട്ടും ഒന്നും സാധിക്കുന്നില്ല. അപ്പോ ഇതെല്ലാം ചെയ്തിട്ടും, ഈ പ്രയോഗങ്ങളെല്ലാം ചെയ്തിട്ടും യാതൊന്നും സാധിക്കുന്നില്ല. ഇവിടെ അസൂയപ്പെടുക എന്നുള്ള വാക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. 2ാം വാക്യത്തിൽ നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും. ആ അസൂയ എന്നുള്ള വാക്ക് 3:14 ഈർഷ്യ എന്ന് തമ്മിലുണ്ട്. 3:14 കണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കൈപ്പുള്ള ഈർഷ്യയും, ആ ഈർഷ്യ എന്നുള്ള വാക്ക് അസൂയ എന്നുള്ള വാക്കാണ്. പിന്നെ 3:15 ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് ആ ഈർഷ്യ എന്നുള്ള വാക്കും അസൂയ എന്നുള്ള വാക്കാണ്. ആ വാക്ക് തന്നെയാണ് 4:2. എന്തിനാ പറഞ്ഞറിയാമോ? ഇംഗ്ലീഷ് വ്യവസ്ഥ നോക്കിയാൽ നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും എന്നുള്ളത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് അർത്ഥം ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? യു ഡിസയർ ടു ഹാവ് ഇറ്റ്. നിങ്ങൾ കൊല്ലുകയും അത് ലഭിക്കാൻ വളരെ മോഹിക്കുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല എന്നാണ്. അപ്പൊ അസൂയപ്പെടുക എന്നുള്ളത് വിശദമായിട്ട് ചില തർജ്ജമകളിൽ ലഭിക്കാൻ മോഹിക്കുക എന്നാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. ഇംഗ്ലീഷിൽ യു ഡിസയർ ടു ഹാവ് ഇറ്റ്. മലയാളത്തിൽ നീ അസൂയപ്പെടുന്നു, ഇംഗ്ലീഷിൽ നീ അത് ലഭിക്കാനായിട്ട് ഇച്ഛിക്കുന്നു. അപ്പൊ ഈ തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് അറിയാമോ? നിനക്കില്ലാത്തത് വേറൊരാൾക്കുണ്ട്, അതുകൊണ്ട് നിനക്ക് അസൂയ. അതുകൊണ്ട് എന്തുണ്ട്? എനിക്കത് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. അതാണ് ഈ രണ്ട് പ്രയോഗങ്ങൾ തമ്മിലുള്ള കണക്ഷൻ. You have something that I do not have, so I envy you, and so I want to have what I do not have, but what you have. അതാണ് ഇവിടെ അസൂയപ്പെടുക എന്ന് പറയുന്നതിന്റെ അർത്ഥം. അപ്പോ ഇവിടെ നാം വായിക്കുന്നത് I envy those who have what I do not have, but greatly desire to have. എനിക്കില്ലാത്തത് ഉള്ളവരോട് ഞാൻ അസൂയപ്പെടുകയും അതുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യും. അപ്പൊ എന്നോട് പറഞ്ഞല്ല, എനിക്കില്ലാത്ത ചിലത് നിങ്ങൾക്ക്
അതെനിക്ക് വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പാടുന്നത് അല്ലേ, ഞാൻ നിങ്ങളെ കുറിച്ച് ഇല്ലാത്തവരെ വീട് പണിതു, അത് കള്ളപ്പണം ഉണ്ടാക്കിക്കൊണ്ടു, അല്ലാതെ അവർക്ക് എങ്ങനെ വീട് പണിയാൻ പറ്റുന്നത്? നിങ്ങളെ കൊണ്ട് ഇല്ലാത്തെല്ലാം പറയാനായിട്ട് ശ്രമിക്കുക. അതാണ് ശാന്തയും കലഹവും. അസൂയയിൽ നിന്ന് ഉണ്ടാകുന്ന ശാന്തയും കലഹവും. അപ്പോ I am determined to obtain what I do not have at all costs. എനിക്കില്ലാത്തത് എന്റെ അസൂയ നിമിത്തം എങ്ങനെയെങ്കിലും പിടിച്ചു പറ്റാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ടുള്ള മനുഷ്യന്റെ പരക്കം പാച്ച്. ഇതെല്ലാം ചെയ്തിട്ടും നിനക്ക് തൃപ്തിയില്ല, അൺസാറ്റിസ്ഫൈഡ്. നമുക്കൊന്നുകൂടെ വായിച്ചു നോക്കാം. മനസ്സിലായി നോക്കി. നിങ്ങളിൽ ശാന്തയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഓഹേഴ്ചകളിൽ നിന്നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. മറ്റത് വേണമെന്ന് മോഹമുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. പിന്നെ നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. അതുകൊണ്ട് എന്താ? എനിക്ക് കിട്ടാത്തത് ഞാൻ എന്താ ചെയ്യുന്നത്? നിങ്ങൾ കലഹിക്കുകയും ശബ്ദയിടുകയും ചെയ്തിട്ടും യാചിക്കായതുകൊണ്ട് കിട്ടുന്നില്ല. ഒരു കാര്യം ഇവിടെ പറയട്ടെ, നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യും? എന്താ വിശ്വാസികളായവർ നമുക്കൊരാവശ്യം നമ്മൾ പ്രാർത്ഥിക്കുന്നു. Answer is very simple. If I want something വാസ്തവത്തോട് ജനുവിൻ ആവശ്യമാണെങ്കിൽ I should pray. ഈ ആളും പ്രാർത്ഥിക്കുന്നുണ്ട്. ഏതാണ്? നിനക്കില്ലാത്തത് അല്ല എനിക്കില്ലാത്തത് നിനക്കുണ്ട്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിന്റേത് എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഈ ആളും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താക്കി നോക്കി, നിങ്ങൾ യാചിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. പക്ഷേ ആ പ്രാർത്ഥനയുടെ കുഴപ്പം എന്താ അറിയാമോ? നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടുന്നതിന് വല്ലാതെ യാചിക്കുക. നിനക്കത് ആവശ്യമുള്ളതല്ല, മറ്റവരുള്ളത് കൊണ്ടും നിനക്കത് വേണമെന്നുള്ള അമിതമായ ആഗ്രഹം കൊണ്ടും നീ വല്ലാതെ യാചിക്കുക. അപ്പോൾ ആ യാചനയുടെ കുഴപ്പമെന്ന് പറയുന്നത്, you are using the holy privilege of prayer to gratify your selfish desires. നിന്റെ സ്വാർത്ഥമായ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താനായിട്ട് പ്രാർത്ഥന എന്നുള്ള ഉപാധി നീ ഉപയോഗിക്കുക. അത് ദൈവത്തെ പ്രസാദിപ്പിക്കാനോ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാനോ അല്ല. അപ്പൊ ഇവിടെ നമ്മുടെ പ്രാർത്ഥനകളൊന്നും പരിശോധിക്കുന്നത് ആവശ്യമാണ്. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നവരാണ്. എന്തിനായി പ്രാർത്ഥിക്കുന്നത്? കേവലം നമ്മുടെ ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾ സാധിക്കാനാണോ പ്രാർത്ഥിക്കുന്നത്? എന്റെ ഇച്ഛകൾ പൂർത്തീകരിക്കാൻ മാത്രമാണോ പ്രാർത്ഥിക്കുന്നത്? അതോ ദൈവത്തിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നിറവേറ്റി എനിക്ക് എന്ത് വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നോ അത് ലഭിക്കാനാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത്? കർത്താവ് മത്തായി 6 ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ, സ്വർഗ്ഗസ്ഥനായ. ആ പ്രാർത്ഥനയിൽ ആദ്യത്തെ 3 കാര്യത്തിന്റെ നാമം വിശദീകരിക്കപ്പെടണം. അത് ആരാധനയാണ്. നിന്നെ പോലെ വേറെ ആരുമില്ല, നീ ഏറ്റവും ഉന്നതൻ. രണ്ടാമത്തത്, നിന്റെ രാജ്യം വരണം, ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ നമ്മൾ പങ്കുകാരാകണം. മൂന്നാമത്, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം, ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ ചെയ്യണം. ഇത് ആദ്യത്തെ പങ്കുകാരൻ. നാലാമത്തെ എന്താ? എനിക്ക് ആവശ്യമുള്ള ആഹാരം തരുന്നത് കാരണം. എന്തിനാ ആഹാരം തരുന്നത്? നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് നിറവേറണം. എന്തിനാ നിറവേറുന്നത്? ഈ ആദ്യത്തെ 3 കാര്യം സാധിക്കണം. അങ്ങനെ അത് മനസ്സിലാക്കണം. എന്തിനാണ് എനിക്ക് ആഹാരം? എന്തിനാണ് എനിക്ക് വീട്? എന്തിനാണ് എനിക്ക് പണം? ആദ്യം പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ നിറവേറ്റാൻ എനിക്കിത് വേണം. ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ, ദൈവത്തിന്റെ കാര്യപരിപാടി ഈ ലോകത്തിൽ നിറവേറ്റുവാൻ, ദൈവത്തിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ ചെയ്ത് ജീവിക്കുവാൻ എനിക്ക് ആഹാരം വേണം, എനിക്ക് വീട് വേണം, എനിക്ക് വണ്ടി വേണം, എനിക്ക് പല ആവശ്യങ്ങളുണ്ട്. അതെനിക്ക് വേണം. എന്തിനു വേണം? എന്റെ സ്വാർത്ഥമായ താല്പര്യങ്ങൾ നിറവേറ്റാനല്ല, പിന്നെ ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ഒരു ജീവിതം ഞാൻ ഈ ലോകത്തിൽ നയിക്കണമെങ്കിൽ എനിക്ക് വിദ്യാഭ്യാസം വേണം, എനിക്ക് ജോലി വേണം, എന്റെ കുടുംബത്തെ ഞാൻ നോക്കണം, എനിക്ക് വണ്ടി വേണം, എനിക്ക് സാപ്പാട് വേണം. എന്തിനാ? ദൈവത്തിന് ഇഷ്ടം ചെയ്ത് ജീവിക്കണം. ഇവര് പ്രാർത്ഥിക്കുന്ന എന്തിനാ? അതാണ് വ്യത്യാസം. ഇവര് യാചിക്കുന്നു, വല്ലാതെ യാചിക്കുന്നു. എന്തിനാ? ഭോഗങ്ങളിൽ ചെലവിടേണ്ടതില്ല. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? അവരുടെ ഇഷ്ടമാണ്. ഞങ്ങൾക്കത് വേണം. ആവശ്യമാകുന്ന വിഷയം നിനക്കതുകൊണ്ട് എനിക്കും അത് വേണം. അതിന് ഞാൻ പ്രാർത്ഥിക്കാം, ദൈവമേ എനിക്കും അത് കിട്ടണേ. ഇവിടെ പറയുന്നത് wrong kind of prayer. The way to obtain is not to fight but to ask. നിനക്ക് ആവശ്യമുള്ളത് ലഭിക്കാനുള്ള മാർഗം വഴക്കുണ്ടാക്കാനുള്ളതല്ല. പിന്നെ എന്താണ്? നീ അതിനു വേണ്ടി ചോദിക്കുക എന്നുള്ളതാണ്. നീ അതിനു വേണ്ടി ചോദിക്കുക. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ളവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്.
Titus chapter 3 verse 3. ശ്രദ്ധിക്കുക, മുമ്പേ നാം ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദ്വേഷിതരും അന്യോന്യം പകയ്ക്കുന്നവരുമായിരുന്നുവല്ലോ. നമ്മള് യാക്കോബ് 4-ന്റെ ആദ്യ വാക്യങ്ങളിൽ വായിച്ച പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് ആരുടെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടാ പറഞ്ഞിരിക്കുന്നത്? രക്ഷിക്കപ്പെടുന്നവരും രക്ഷിക്കപ്പെടാത്തവരുടെ സ്വഭാവം. മുമ്പേ നാം അങ്ങനെ ആയിരുന്നു. എങ്ങനെയായിരുന്നു? നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരായിരുന്നു. അതായത് പറഞ്ഞത്. പിന്നെ ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരായിരുന്നു. അതായത് പറഞ്ഞത് സൺഡേ കലഹമുള്ളവരായിരുന്നു. എന്ന് എന്ത് പറ്റി 4-ാം വാക്യം? എന്നാൽ നമ്മുടെ രക്ഷകമായ ദൈവത്തിന്റെ ദൈവം മനുഷ്യപ്രീതി ഉദിച്ചപ്പോൾ, നമ്മുടെ ദൈവത്തിനെ കൃപയാ രക്ഷിച്ചപ്പോൾ അതെല്ലാം ഒരു കോൺട്രാസ്റ്റ് നോക്കി. അവർ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് വിവിധ ഭോഗ ഇച്ഛകൾ ഉള്ളവരായിരുന്നു, സൺഡേയിൽ കലഹമുള്ളവരായിരുന്നു, ദ്വേഷിക്കുന്നവരായിരുന്നു, പണിയുന്നവരായിരുന്നു. എന്നാൽ രക്ഷിതാവായ ദൈവത്തിന്റെ ദൈവം മനുഷ്യപ്രീതി ഉദിച്ചു. മനുഷ്യരോടുള്ള ദൈവത്തിന്റെ സ്നേഹം. അവിടെ മനുഷ്യപ്രീതി എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഫിലാന്ത്രോപ്പി എന്ന് വാക്കാണ്. ഫിലാന്ത്രോപ്പി എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്നേഹം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ്, മതപരാശാക്കൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഫിലാന്ത്രോപ്പിക് ആക്ടിവിറ്റീസ് വിളിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ്. ദൈവത്തിന്റെ ഫിലാന്ത്രോപ്പി ഉദിച്ചു എന്നാൽ മനുഷ്യരോടുള്ള ദൈവത്തിന്റെ പ്രീതി ഉദിച്ചു. അങ്ങനെ നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോ മുമ്പേ ഉണ്ടായിരുന്ന ഈ സ്വഭാവങ്ങളെല്ലാം നമ്മള് വിട്ടുകളഞ്ഞു. ആ സ്വഭാവങ്ങളെ ജയിക്കുന്നവരായി, ശങ്ക, കലഹം, ഭോഗേച്ഛ, അതിനെല്ലാം ജയിക്കുന്നവരായി നാം തീർന്നു. ഇനി അവരോട് കാണപ്പെടാനായിട്ട്. എന്നാൽ ഗലാത്യലേഖനത്തിൽ നമ്മൾ പറഞ്ഞൊരു വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും എന്നാൽ നിങ്ങൾ ജലത്തിന്റെ മോഹം നിവർത്തിക്കില്ല. നമ്മുടെ വായിച്ചാലും ജലത്തിന്റെ മോഹമാണ്. ഈ ജലത്തിന്റെ മോഹം നാം നിവർത്തിക്കാതിരിക്കണമെങ്കിൽ മനുഷ്യ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന് കീഴ്പ്പെട്ട് ആത്മാവിനെ അനുസരിച്ച് നാം നടക്കണം. ദൈവാത്മാവിന്റെ പ്രോംപ്റ്റിംഗ് ഓരോ ദിവസവും നമുക്ക് ലഭിക്കുമ്പോൾ അതിന് കീഴ്പ്പെട്ട് നാം നടക്കുമെങ്കിൽ ജലത്തിന്റെ ഈ ഇച്ഛകളെ നാം നിവർത്തിക്കുകയില്ല. ദൈവാത്മാവിന് നാം കീഴ്പ്പെട്ടില്ലെങ്കിൽ ഈ ജലത്തിന്റെ ഇച്ഛകൾ നമ്മൾ വർദ്ധിച്ച് വരികയും നാം ശണ്ടയും കലകവും കടക്കവും അസമാധാനമുള്ളവരായി മിശ്രബിൾ ക്രിസ്ത്യൻ ലൈഫ് നയിക്കുകയും ചെയ്യും. സന്തോഷകരമല്ലാത്ത ക്രിസ്ത്യ ജീവിതത്തിന്റെ ഉടമകളായി നാം തീരും. അങ്ങനെ ഇരിക്കാൻ നമ്മെ ആരെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നില്ല. അത് വ്യാപകം പറയാണ്. നിങ്ങളുടെ വഴക്കും പ്രശ്നമെല്ലാം നിങ്ങളുടെ ഉള്ളിൽ, ലോകമയത്വം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അത് നിങ്ങൾ ശരിയായി കൈകാര്യം ചെയ്യണം. ബാക്കിയുള്ളവരെ അനുഭവപ്പെട്ടത് നിങ്ങളെ നോക്കുക. കഥാവെ, എന്നിലുള്ള ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ എനിക്ക് കാണിച്ചു തരണമേ. എന്റെ ഈർഷ്യയും പിണക്കവും തലസ്നേഹവും ലോകമയത്വവും നീ അതെനിക്ക് കൂടുതൽ കാണിച്ചു തരണമേ. അത് കാണിച്ചു തരുമ്പോൾ അത് ഏറ്റുപറയാനും ഉപേക്ഷിക്കാനും ക്രമപ്പെടുത്താനും എന്നെ സഹായിക്കണമേ. അതിൽ ഫോക്കസ് ചെയ്ത് ജീവിക്കുക. അതിൽ ഫോക്കസ് ചെയ്ത് ജീവിക്കുമ്പോൾ ശരിയല്ലാതെ ജീവിക്കുന്ന ചുറ്റുമുള്ള ആളുകളെ ആത്മീയമായി സഹായിക്കാൻ നമുക്ക് സാധിക്കും. വരുന്ന ദിവസങ്ങളിൽ ഈ നിലയിൽ ദൈവം സഹായിക്കും.